നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിൻ്റെ കാരവനിലും പിന്നെ സ്വർണം പൂശിയ റോൾസ് റോയ്സിലും ഡിഫൻഡറിലും ഫോർഡ് F650യിലുമൊക്കെ കയറി നടന്ന നടിമാരും സെലിബ്രിറ്റികളും വെപ്രാളത്തിലാണ്. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ ഇപ്പോൾ നിരവധി വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകളാണ് മറനീക്കി പുറത്തേക്ക് വരുന്നത്. അത്യാഡംബര വാഹനങ്ങളിൽ ഒളിക്യാമറകൾ വെച്ചിരുന്നു എന്ന വിവരം ബോബി ചെമ്മണ്ണൂരിന് ഒപ്പമുള്ളവർ തന്നെ പുറത്തേക്ക് പറയുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുക്കൽ അഭിമുഖമെടുക്കാൻ വരുന്നവരെ തൻ്റെ ആഡംബര വാഹനങ്ങളിൽ കയറ്റി ഒരു കറക്കമൊക്കെ പതിവാണ് ഈ വിദ്വാന്. ഇയാൾ ഒരു സെക്സിസ്റ്റ് സൈക്കോ എന്ന തലത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓരോ ചെയ്തികളും ഇഴകീറി പരിശോധിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ആരാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ഈ സെക്സിസ്റ്റ് സൈക്കോയെ വളർത്തിവിട്ടത്? ഇത്ര വലിയ മലീമസമായ ആഭാസത്തെ ഒരു വൻമരമാക്കി വളർത്തിയതിനു പിന്നിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ തന്നെ. ഒരിക്കൽ ഭാരതരത്നം നൽകി ബോബി ചെമ്മണ്ണൂരിനെ ആദരിക്കണമെന്ന് വരെ പറഞ്ഞ വിദ്വാൻമാരുണ്ടിവിടെ. ബോബി ചെമ്മണ്ണൂരിന് സംസ്ഥാന അവാർഡ് ലഭിക്കാൻ റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ ആവശ്യമുയർന്ന കാലഘട്ടം. പത്മ ബഹുമതി പോരാ, അയാൾക്ക് കൊടുക്കേണ്ടത് ഭാരതരത്നം തന്നെയാണ് എന്നൊക്കെ ചില വിദ്വാൻമാർ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളിലും ആക്രോശിച്ചിരുന്നു. മുമ്പൊക്കെ മരണാനന്തര ബഹുമതിയായി മാത്രമേ ഭാരതരത്നം കൊടുക്കാറുള്ളൂ. എന്നാൽ ആ നിബന്ധന മാറ്റിയതോടെ ഭാരതരത്നത്തിന് ബോബി ചെമ്മണ്ണൂരിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും എന്ന് ചിലർ നിരത്തിയത് അയാൾ ചെയ്ത ചില കൃത്യങ്ങളിലൂടെയാണ്. സാധാരണഗതിയിൽ ഭാരതരത്നം നൽകണമെങ്കിൽ കലാ, സാഹിത്യം, ശാസ്ത്രം, പൊതുജനസേവനം, കായികം എന്നീ മേഖലകളിൽ ഏതിലെങ്കിലും മികവുണ്ടാകണമെന്നതാണ് അതിൻ്റെ വ്യവസ്ഥ. രണ്ട് മേഖലകളിൽ വലിയ മികവ് പുലർത്തി ബോബി ചെമ്മണ്ണൂർ എന്ന് ചില വിദ്വാൻമാർ. കായിക ഇതിഹാസം മറഡോണയെ കേരളത്തിൽ കൊണ്ടുവന്നത് മാത്രം പരിഗണിച്ചാൽ പോരെ എന്നൊക്കെയാണ് ചിലരുടെ വാദം. ഫുട്ബോൾ എന്ന കലയെ കേരളത്തോട് ഇത്രയധികം ചേർത്ത് വെച്ച മറ്റൊരു മഹാനുണ്ടോ? ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ 800 കിലോമീറ്റർ ജീവൻ പണയം വെച്ചോടിയത്? PT ഉഷ പോലും ഇത്തരമൊരു ഓട്ടം നടത്തിയിട്ടില്ല എന്നതാണ് അവർ കണ്ടുപിടിച്ച മറ്റൊരു മഹാസൂത്രം. ബോബി ചെമ്മണ്ണൂർ 800 കിലോമീറ്റർ ഓടുമ്പോൾ കേരളത്തിലെ ചില മുഖ്യധാരാ ചാനലുകൾ അയാൾക്കൊപ്പം ഓടി. ചാനലാണോ ബോബി ചെമ്മണ്ണൂരാണോ ആദ്യം ഓടിയെത്തുക എന്ന് കേരളം അക്ഷമയോടെ നോക്കി നിന്ന നാളുകൾ. രക്തദാനം, ജീവദാനം, മഹാദാനം എന്നൊക്കെ ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ മഹാനായി വാഴ്ത്തിയത് ഇവിടുത്തെ ചില ചാനലുകൾ തന്നെ. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയുടെ വളർച്ചയെ തുരങ്കം വെക്കുന്നത് മലയാളികൾ തന്നെയാണ്. ഇത് പൊതുവായ മല്ലൂസിൻ്റെ രീതിയാണ് എന്നൊക്കെ ചിലർ കമൻറ്റുകൾ എഴുതി. അയാൾ ഒരു വിജയിയാണ്, അതിൽ അസൂയപ്പെട്ടാണ് ചിലർ ഇത്തരം കമൻറ്റുകളും വിമർശനങ്ങളുമൊക്കെ അയാൾക്ക് നേരെ ഉയർത്തുന്നത് എന്നായിരുന്നു അവരുടെയൊക്കെ കണ്ടുപിടുത്തം. ബോബി ചെമ്മണ്ണൂരിൻ്റെ 800 കിലോമീറ്റർ ഓട്ടത്തിൽ കിട്ടുന്ന രക്തം കേരളത്തിലെ രക്തബാങ്കുകളൊക്കെ നിറയ്ക്കുമെന്നുവരെ ചില മാധ്യമങ്ങൾ പച്ചക്കെഴുതി. ഒരു കാലത്ത് മഹാനായ ബോബി ചെമ്മണ്ണൂർ കേരളത്തിൻ്റെ മഹാഭാഗ്യമോ അഭിമാനമോ ഒക്കെ ആയിരുന്നു ചില മാധ്യമങ്ങൾക്ക്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും അയാൾക്ക് പിന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ നേർക്ക് ഒരു ചൂണ്ടുവിരൽ ഉയർന്നു. ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ഇയാൾ ക്രിമിനലാണ് എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ VS അച്യുതാനന്ദൻ. ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ 61 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ വ്യവസായ സ്ഥാപനത്തിന് 109 വർഷത്തെ പാരമ്പര്യമൊക്കെയാണ് അവകാശപ്പെടുന്നത്. കണക്കുകൾ പറയുന്നത് ഒരുപാട് കടങ്ങളുണ്ട്, അതിലപ്പുറം 1000-നും 1500 കോടിക്കുമിടയിൽ ആസ്തി. എന്നാൽ അയാളും അയാളുടെ പരിവാരങ്ങളുമൊക്കെ തട്ടിവിടുന്നത് 5000 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നാണ്. എന്നാൽ വലിയൊരു സ്വർണ്ണ ശൃംഖലയുടെ അധിപനായി നിന്ന് 1000 കോടി രൂപ തട്ടിയെടുത്ത കഥയാണ് VS അച്യുതാനന്ദൻ ഒരിക്കൽ കേരളത്തോട് പറഞ്ഞത്. VS വെറുതെ അങ്ങ് തട്ടിവിടുകയല്ല, സെബിയുടെ റിപ്പോർട്ട് പുറത്തെടുക്കുകയായിരുന്നു. എന്നാൽ VSൻ്റെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല. അക്കാലത്ത് മലയാളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് മുഴുപേജ് പരസ്യം നൽകുന്നതിൽ യാതൊരു പിശുക്കും ബോബി ചെമ്മണ്ണൂർ കാട്ടിയിരുന്നില്ല. ചാനലുകളായ ചാനലുകളിലൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പരസ്യവും സ്പോൺസേഡ് പ്രോഗ്രാമും ഒപ്പം അയാളെക്കുറിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകളുമൊക്കെ. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾക്കും ഇയാൾ പ്രിയപ്പെട്ടവനായി. അവർക്കൊക്കെ നൽകുന്ന ഇൻ്റർവ്യൂവിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അയാൾ ഇൻ്റർവ്യൂവിനെ വൈറലാക്കി വിട്ടുകൊണ്ടിരുന്നു. എന്നാൽ പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയുന്ന ചില സമൂഹ മാധ്യമങ്ങൾ ഇയാൾ തട്ടിപ്പുകാരനാണ്, ക്രിമിനലാണ് എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് മുഖ്യധാര മാധ്യമങ്ങൾക്കേറ്റ പ്രഹരമായി.
അവിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്രാജ്യം ആദ്യം ആടിയുലഞ്ഞത്. താൻ കൂവിയില്ലെങ്കിൽ നേരം പുലരില്ല എന്ന വിശ്വാസമായിരുന്നു ചില മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്. അവരൊക്കെ ബോബി ചെമ്മണ്ണൂർ എന്ന അവതാരത്തെ വാനോളം പാടിപ്പുകഴ്ത്തി. ഓപ്പറേഷൻ കുബേരക്കാലത്ത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോഴിക്കോട് ഉയർന്ന ഒരു പരാതി. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്ത പോലീസുകാർക്ക് മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റ നടപടി. ഇതോടെ ബോബി എത്രമാത്രം രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനാണ് എന്ന് കേരളം മനസ്സിലാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറിയിൽപ്പെട്ട ചിലർ പച്ചയ്ക്ക് പരാതികളുമായി പുറത്തിറങ്ങി. ജുവലറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളായിരുന്നു അവർ പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ബോബിയുടെ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേരളത്തിൽ പരന്നു. ഇതിനിടയിൽ ഓക്സിജൻ സിറ്റി എന്ന മഹാതട്ടിപ്പിന്റെ കഥകളാണ് മറ്റ് ചില സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന VS അച്യുതാനന്ദൻ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിർണായകമായ ചില തെളിവുകൾ പുറത്തുവിട്ടു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് നിയമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നതായി അദ്ദേഹം കേരളത്തോടെന്ന് തുറന്നു പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ജുവലറിക്കെതിരെ സെബി റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ചെമ്മണ്ണൂരിന്റെ ജുവലറി തട്ടിപ്പിന് വിധേയമാണ് എന്ന് VS അച്യുതാനന്ദൻ അന്ന് തുറന്നു പറഞ്ഞു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന നിയമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച സെബിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് അച്യുതാനന്ദൻ ചില വസ്തുതകൾ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ചെമ്മണ്ണൂർ ജുവലേഴ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് അന്ന് പിണറായി വിജയൻ ഭരണകൂടത്തോട് VS ആവശ്യപ്പെട്ടത്. ചിട്ടി ഫണ്ടുകളുടെയും സ്വർണ്ണ നിക്ഷേപങ്ങളുടെയും പേരിൽ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് പെരുകി വരികയാണ്. സെന്റ് ജോസഫ് സാധുജനസഖ്യം, ചാലക്കുടി കേന്ദ്രമായ ഫിനോമിനൽ ഗ്രൂപ്പ്, നിർമ്മൽ ചിട്ടി ഫണ്ട് മുതലായ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു വരുന്ന സമയം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീമമായ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേര് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്നാണ് എന്ന് അച്യുതാനന്ദൻ തുറന്നടിച്ചു. CD ബോബി എന്നയാളാണ് അതിന്റെ പ്രൊമോട്ടർ. ഇത് സംബന്ധിച്ച് മുൻ UDF സർക്കാരിനും ധനകാര്യ ഏജൻസികൾക്കും താൻ പരാതി നൽകിയിരുന്നു. എന്നാൽ UDF സർക്കാർ ബോബി ചെമ്മണ്ണൂരിനെ സംരക്ഷിച്ചുവെന്നാണ് VS പറഞ്ഞത്. 2017 ജൂൺ 30 കൂടിയ SLCC യോഗത്തിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് എന്ന അൺഇൻകോർപ്പറേറ്റഡ് സ്ഥാപനം സ്വർണ്ണ നിക്ഷേപങ്ങൾക്കുള്ള അഡ്വാൻസ് തുകയുടെ മറവിൽ ഡിപ്പോസിറ്റ് സ്കീമുകൾ നടത്തുന്നതായി സെബി റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. 2012 മുതൽ 15 വരെയുള്ള കാലയളവിൽ 998.4 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് ഈ സ്ഥാപനം സ്വർണ്ണ നിക്ഷേപത്തിനുള്ള അഡ്വാൻസായി പിരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതേ കാലയളവിൽ ഈ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് വെറും 66.3 കോടി. വെറും 35.26 കോടിയുടേതായിരുന്നു വിൽക്കാൻ സൂക്ഷിച്ച സ്വർണം. 1000 കോടിയോളം രൂപ പിരിച്ചെടുത്തിട്ട് വെറും 35 കോടിയുടെ സ്വർണം മാത്രം വാങ്ങിവെക്കുക. ബാക്കി പണം എവിടെ എന്ന ചോദ്യമാണ് അച്യുതാനന്ദൻ ഉയർത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പിന്നീട് പരാതികളുടെ കുത്തൊഴുക്കായിരുന്നു. ബോച്ചേറ്റിയുടെ മറവിൽ അയാൾ നടത്തിയ ചിട്ടി തട്ടിപ്പും പിന്നീട് വിമർശനങ്ങൾക്ക് വിധേയമായി. വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂർ വാങ്ങിക്കൂട്ടിയ തോട്ടഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലും കൃത്യമായ പരാതികൾ ഉയർന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കളെയും മറ്റുള്ളവരെയും ഒക്കെ സ്വാധീനിച്ച് പണത്തിന്റെ ഹുക്കിൽ എന്തും നടത്താമെന്ന അഹങ്കാരമായിരുന്നു നാളിതുവരെ ബോബി ചെമ്മണ്ണൂരിന്. അവിടെയാണ് ഹണിറാസുനെ പോലൊരു പെണ്ണുരുത്തി ഇപ്പോൾ രംഗത്തെത്തി ബോബി ചെമ്മണ്ണൂരിനെ തളച്ച് താഴെയിട്ട് പോലീസിന് മുന്നിൽ എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബോബിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ഭരണകൂടം നൽകുന്നത്. ബോബിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ ഇപ്പോൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ സ്ഥാപനങ്ങളുടെ മറവിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ മ്ലേച്ഛമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയവും പോലീസിൽ ശക്തമാണ്. ഹണി റോസിന്റെ പോരാട്ടവും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറെ വൈറലായ വാർത്ത. അതിനു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതികൾ ഒന്നൊന്നായി ഉയർന്നു വരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണ ഏജൻസികൾ മനസ്സുവെച്ചാൽ ഇനി പുറം ലോകം കാണാതെ അഴിയെണ്ണേണ്ടി വരും ഈ അശ്ലീല ആഭാസൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.